ഹലോ, സാൻ ഫ്രാൻസിസ്കോ സിറ്റി എക്സ്പ്ലോർ ചെയ്തതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഈ കാണുന്ന സ്കൾപ്ചറിൻ്റെ പേര് ആർ എവല്യൂഷൻ എന്നാണ്. ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് അവർ എവല്യൂഷൻ എന്നാണ്, അതായത് നമ്മുടെ പരിണാമം. ഫെറി ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായി എംബാർക്കേഡേറോ പ്ലാസയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ സ്കൾപ്ചറിന് ഏകദേശം 45 അടി ഉയരവും 32,000 പൗണ്ട് ഭാരവും ഉണ്ട്. പെട്ടെന്നൊരു ഹിസ്റ്ററി ക്ലാസ്സിൽ കയറിയ ഫീലില്ലേ? എന്നാൽ എനിക്ക് ഹിസ്റ്ററി അത്ര ഇഷ്ടമല്ല. കാരണം എനിക്ക് ഹിസ്റ്ററി ആയിരുന്നു ഏറ്റവും ടഫ് സബ്ജക്ട്. സ്കൾപ്ചറിനെ പറ്റി എടുത്തു പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇത് ഏപ്രിൽ 2025 സ്ഥാപിച്ചു എന്നാണ് ഗൂഗിളിൽ കണ്ടത്. ഒക്ടോബറോടുകൂടി ഇത് അൺഇൻസ്റ്റാൾ ചെയ്യും എന്നും കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഹിസ്റ്ററിയായി മാറും. ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് ഫെറി ബിൽഡിങ്ങിലേക്കാണ്. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫെറി കാണാൻ പോയി. ഇവിടെ നിന്ന് ബേ ബ്രിഡ്ജിന്റെ വ്യൂ കാണാൻ അടിപൊളിയാണ്. ഡബിൾ ഡെക്കർ ഡിസൈൻ ആണ് ബേ ബ്രിഡ്ജിന്. അപ്പർ ഡെക്ക് സാൻ ഫ്രാൻസിസ്കോ സൈഡിലേക്കും ലോവർ ഡെക്ക് ഓക്ലാൻഡ് സൈഡിലേക്കുമാണ് പോകുന്നത്. ഇവിടെ വരെ എത്തിയപ്പോഴേ ദേവൻകുട്ടൻ്റെ സ്ട്രോളറും അടുത്തു. പിയർ 39 വരെ പോകാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് മാത്രം എക്സ്പ്ലോർ ചെയ്ത് പിയർ 2 വരെ പോയി തിരിച്ചു വന്നു. ഫെറി ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഒക്കെ ഒരുപാടുണ്ട്. അവിടെ നിന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസും വാങ്ങി തിരിച്ചു നടന്നു. എന്നിട്ട് ഞങ്ങൾ പാർക്കിൽ തന്നെ വീണ്ടും തിരിച്ചെത്തി. ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും വീണ്ടും ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അടുത്ത ലക്ഷ്യം ഉച്ചയ്ക്കുള്ള ഫുഡാണ്. ഞങ്ങൾ സെലക്ട് ചെയ്ത സ്പോട്ട് ഓഷാത്തായി ആണ്. വീക്ക് ഡേയ്സിൽ അത് 2 മണി വരെ ഓപ്പൺ ആയിട്ടുള്ളൂ. അതിനുശേഷം വൈകുന്നേരമാണ് അത് റീഓപ്പൺ ആവുന്നത്. ഇവിടെ നിന്ന് എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം.